നമസ്കാരം. ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്നു മുതൽ ക്ഷണിക്കുന്നത്. അടുത്ത കുറേ ദിവസങ്ങൾ, 100 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പോഡ്കാസ്റ്റ് പരമ്പരയാണ് സമ്പത്തിന്റെ നിയമങ്ങൾ എന്നുള്ളത്. ഇതിനു മുമ്പ് 2-3 പോഡ്കാസ്റ്റുകൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലാത്തവർക്കായി ഒന്ന് റെഫർ ചെയ്യുക, കാണുക. സമ്പത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സുകാർ ശരിക്കും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട സമ്പത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 100 ദിവസത്തെ യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. ഇടയ്ക്ക് തുടങ്ങിയിരുന്നു, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ നിർത്തി. വീണ്ടും ഇപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പോകാനല്ലോ. പക്ഷേ പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് അതിലുണ്ടാവണം, ഇൻസ്പിറേഷൻ ഉണ്ടാവണം, മോട്ടിവേഷൻ ഉണ്ടാവണം, നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് അത് സാധ്യമാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പത്തിനോട് ആഗ്രഹമുണ്ട്. ഇഫ് യു ആർ എ പ്രോഫിറ്റ് മേക്കേഴ്സ് ഓർ ഇഫ് യു ആർ എ ബിസിനസ് പേഴ്സൺ, നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങളെ, നിങ്ങളുടെ തത്വങ്ങളെ സമ്പത്തുമായി എങ്ങനെ തുലനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ദാറ്റ് വിൽ മേക്ക് യു ഇൻ എ പെർഫെക്റ്റ് ഓർ വെൽത്തി മാൻ. ഇന്ന് നമ്മൾ പറയുന്നത് വിഷയം പണം നേടുന്നത് ഒരു അല്ലാതെ അത് ഭാഗ്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. നിങ്ങൾ പലരും മനസ്സിലാക്കേണ്ടത്, പലരും കരുതുന്നത് പണം നേടുന്നത് ഒരു ഭാഗ്യമായ കാര്യമാണ്, അല്ലെങ്കിൽ കഠിനാധ്വാനം മാത്രമാണ് പണം ഉണ്ടാക്കാനുള്ള ഏക മാർഗം എന്നുള്ളത്. എന്നാൽ സമ്പത്ത് നേടുന്നതിന്റെ 90% കളി നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. പണം നേടുന്നത് ഒരു സ്കില്ലാണ് എന്നത്. അത് പഠിച്ചാൽ നമ്മുടെ സാമ്പത്തിക ഭാവി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇവിടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പണത്തിന്റെ ദാസനാവുക എന്നതാണ്. പൊതുവെ എല്ലാവരും ചെയ്തു വരുന്ന ഒരു പ്രവർത്തനം. പണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ പണത്തെ ലഭിക്കാനായി പ്രവർത്തിക്കുക എന്നതിൻ്റെ അർത്ഥം പണത്തിന്റെ ദാസനായി മാറുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പണത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പണത്തിന്റെ ഉടമയാകുക എന്നുള്ളത്. അതപ്പോൾ രണ്ട് മെന്റാലിറ്റി തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് അറിയുക. ആ വ്യത്യാസമുള്ള വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് പിടികിട്ടിക്കാണില്ല. പക്ഷെ ഒരു പണത്തിന്റെ ദാസനാവുകയോ പണത്തിന്റെ ഉടമയാകുകയോ എന്ന് പറഞ്ഞ രണ്ടും രണ്ട് വ്യത്യാസമാണ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, നിങ്ങൾ പണത്തിന്റെ ഉടമയാണോ പണത്തിന്റെ ദാസനാണോ? അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പണത്തോട് ഉപയോഗിക്കുന്ന സമീപനത്തെ കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം എന്നറിയിക്കണം. അപ്പോൾ ധനികർ പറയാത്തൊരു രഹസ്യമാണ് സമ്പന്നർ വേറെ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം അവർ പണത്തിന്റെ ഉടമയായി മാറുകയാണ് ചെയ്യുന്നത്. അവർ വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അവരുടെ ചിന്തയാണ് അവരുടെ ബാങ്ക് ബാലൻസ് ആയി മാറുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോ പണം എന്ന് പറയുന്നത് നമ്മൾ അതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ പണത്തോട്, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ പണത്തിനെ പറ്റി പറയാൻ പറ്റും. എന്നാൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, പാവപ്പെട്ടവൻ പണം ലഭിക്കാനോ അല്ലെങ്കിൽ പണത്തോടോ വ്യഗ്രത കാണിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ കിട്ടും, എപ്പോ കിട്ടും, അയ്യോ എനിക്ക് കിട്ടും, എൻ്റെ കയ്യിൽ ഉണ്ടാകും, അങ്ങനെ വ്യഗ്രതപ്പെട്ടു പോകും. പണക്കാരൻ പണത്തോട് ശാന്തതയെ പാലിക്കുന്നു എന്നുള്ളതാണ്. ആശങ്കയാണ് ഏറ്റവും വലിയ നഷ്ടം സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ദാരിദ്ര്യം എന്നത് ഒരു അവസ്ഥയല്ല, അതൊരു മനോഭാവമാണെന്ന് കൃത്യമായി അറിയണം. അപ്പോൾ മനോഭാവമാണ് മാറേണ്ടത്, ദാരിദ്ര്യമല്ല. ദാരിദ്ര്യം മാറുക എന്ന് പറയുന്നത് മനോഭാവം മാറുന്ന അവസ്ഥയ്ക്കാണ്. അപ്പോൾ നമ്മൾ ധനികരും മറ്റുള്ളവരും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം എന്ന് പറയുന്നത്, ധനികർ പണത്തോടുള്ള സമീപനം ശാന്തമായിട്ടായിരിക്കും, മറ്റുള്ളവർക്ക് വ്യഗ്രതയോടെ ആയിരിക്കും. പണക്കാർക്ക് പണത്തോട് ആശങ്കയുണ്ടാവില്ല, പാവപ്പെട്ടവന് പണത്തോട് ആശങ്കയുണ്ടാകും. പാവപ്പെട്ടവൻ എന്നും ദാരിദ്ര്യത്തെ പറ്റി ചിന്തിച്ച് നടക്കും, പണക്കാരൻ എപ്പോഴും സമൃദ്ധിയെ ചിന്തിച്ച് നടക്കും. രണ്ടും തമ്മിൽ വ്യത്യാസം. അപ്പോ
പണക്കാരനെ സംബന്ധിച്ച് പണം എന്ന് പറയുന്നത് അവന്റെ മനോഭാവമാണ്. പാവപ്പെട്ടവനെ സംബന്ധിച്ച് പണം എന്ന് പറയുന്നത് അവന് കിട്ടാക്കനിയാണ്. രണ്ടും വ്യത്യാസം. അപ്പൊ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇനിയുള്ള സീരീസിൽ നമുക്ക് പറഞ്ഞു പോകാം. എല്ലാം നിങ്ങൾ എഴുതി വെച്ച് നോക്കുക. ഞാൻ പിന്നെ ഒന്നായിട്ട് കഴിയുമെങ്കിൽ നാളെ ഇതൊരു പുസ്തകമായിട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് നടക്കുക. അപ്പോൾ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് നമ്മുടെ മനോഭാവത്തിന് അടിസ്ഥാനപ്പെടുന്നു. പണക്കാരൻ പണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് ആലോചിക്കുന്നു. പാവപ്പെട്ടവൻ പണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചിലവഴിക്കണമെന്ന് ആലോചിക്കുന്നു. അപ്പൊ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ചിലവുകൾ കുറക്കുന്നതിനും സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് ആദ്യ പാഠമാണെന്ന് തിരിച്ചറിയുക. പണത്തിന്റെ ഒഴുക്ക് നമ്മൾ നിയന്ത്രിക്കാതെ അത് നിങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലാവരുത്. ഓക്കെ. അപ്പോൾ നമ്മൾ 1,00,000, ഇപ്പൊ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾ 1,00,000 രൂപ സമ്പാദിക്കുന്നു, പക്ഷെ മാസം 1.1 ലക്ഷം രൂപ ചെലവഴിക്കുന്നു എന്നിരിക്കട്ടെ. അതായത് ക്രെഡിറ്റ് കാർഡോ മറ്റോ കടമെടുച്ചോ ചെയ്യുകയാണെന്ന് കരുതിക്കോ, വായ്പയൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ വരുമാനം എത്ര വലുതാണെങ്കിലും നിങ്ങൾ പണത്തിന്റെ ദാസനായി മാറുന്നു. എന്നാൽ 40,000 രൂപ വരുമാനമുള്ള ഒരാൾ 30,000 രൂപ മാത്രം ചെലവഴിച്ച് 10,000 രൂപ നിക്ഷേപിച്ചാൽ അയാൾ സാവധാനം പണത്തിന്റെ ഉടമയായി മാറും എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം അല്ലെങ്കിൽ ഇതിന്റെ ഉദാഹരണം. ഇവിടെ വരുമാനമല്ല, നിയന്ത്രണമാണ് ശക്തി. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം, എല്ലാ ദിവസവും ഈ സീരീസിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ദിവസത്തെ പ്രവർത്തനം ചിലവുകൾ ഒന്ന് പഠിക്കുക. കഴിഞ്ഞ ഒരാഴ്ചത്തെ നിങ്ങളുടെ ചിലവ് എല്ലാം എഴുതി വെക്കുക. ചെറിയ ചായ കുടി പോലും ബില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. ഓരോ ദിവസവും എഴുതി വെക്കുക. രണ്ടാമത്തെ കാര്യം, സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഈ ചിലവുകളിൽ 20% ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചിലവുകളായിരുന്നു എന്നൊന്ന് സ്വയം ചോദിച്ചു നോക്കുക. അതിങ്ങനെ കഴിയുന്ന ഒഴിവാക്കാൻ കഴിവുകൾ ഒന്ന് ഒഴിവാക്കുക. അത് ഏതെല്ലാമെന്ന് തിരിച്ചറിയുക, എന്നിട്ട് അതിന് നടപടി സ്വീകരിക്കുക എന്ന് മാത്രം ഇന്നത്തെ സെഷനിൽ പറയുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. സമ്പത്തിന്റെ നിയമങ്ങൾ വീണ്ടും കൃത്യമായി നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം എന്നാൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ വരുന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഗുണകരമായി മാറുകയുള്ളൂ എന്ന് അറിയുക. നന്ദി. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു. എൻ്റെ ഒരു പുസ്തകമാണ് മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്നത്, ബിസിനസിനെ പറ്റി പഠിക്കാനുള്ള പുസ്തകം. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ മാത്രമേ ഉള്ളൂ, മലയാളം ഉടനെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക, വായിക്കുക, മനസ്സിലാക്കുക എന്ന് മാത്രം ഓർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം.